ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 2000 മോഡൽ സ്പ്ലെൻഡറിൻ്റെ സെയിലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 2004 മോഡൽ സ്പ്ലെൻഡറിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ വണ്ടി ഏകദേശം അത് സെയിലായ പോലെയാണ്. ഒരു ടീം ഒന്ന് കൊണ്ടുവന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി സോൾഡായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ ടൈറ്റിൽ സോൾഡ് എന്നാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 2000 മോഡൽ സ്പ്ലെൻഡറാണ്. ഏകദേശം അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള സ്പ്ലെൻഡറാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു റേറ്റ് എന്ന് പറയുന്നതും ഒരു 30,000 രൂപയുടെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ ഞാൻ വീഡിയോയുടെ അവസാനം എൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ അതിൽ വാട്സപ്പ് ചെയ്യുക. അതിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ട് പറഞ്ഞാൽ ആ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. പറഞ്ഞുതരാം. 2000 മോഡൽ വണ്ടിയാണ്. പേപ്പർ കറണ്ടാണ്. ഇൻഷുറൻസ് പൊല്യൂഷൻ എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത് 2025 5-ാം മാസത്തോളം കൊണ്ടായിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല പെയിൻറ്റിങ് കാര്യങ്ങളുണ്ട്. എല്ലാ ഭാഗത്തും പെയിൻറ്റിങ് എല്ലാം ക്ലിയറാണ്. സ്റ്റിക്കറിൻ്റെ ഭാഗം മാത്രം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. റൈറ്റ് സൈഡ് ആ ഒരു ഭാഗത്തെ സ്റ്റിക്കറിന് ചെറിയ ഫെയ്ഡും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രോബ്ലം. എൻജിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു എൻജിനാണ്. സൈലൻ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു എൻജിൻ. വണ്ടി ഒരു പ്രായമായിട്ടുള്ളൊരു വ്യക്തി കൊണ്ടുവരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. എൻജിൻ്റെ ഭാഗമൊക്കെ പക്ക സ്മൂത്താണ്. ഈ ഒരു ത്രോട്ടിൽ തന്നെ അത്രയും ഫ്രീ ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ലൊരു കംഫേർട്ടാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് ഏകദേശം ഒരു 60-ന് മുകളിൽ തന്നെ മൈലേജും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മീറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ പെട്രോളിൻ്റെ മീറ്ററാണ്. ഇതിലിപ്പോൾ പെട്രോൾ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ മീറ്റർ എല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ ബാറ്ററി ഒരു 3 മാസമായിട്ടുള്ളൂ വണ്ടി ബാറ്ററി വെച്ചിട്ട്. അപ്പോൾ വാറണ്ടി റിമൈനിങ് ആണ്. നല്ല എക്സൈഡിൻ്റെ ഒരു ബാറ്ററിയുടെ വണ്ടിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഫെയ്ഡ് ഉണ്ട്. അതർവൈസ് വണ്ടി സൂപ്പർ വണ്ടിയാണ്. അതുപോലെ തന്നെ ടയറിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുന്ന ടൈമിൽ ഒരു 90 എബോവ് ത്രെഡ്, 2 ടയറും ഫ്രണ്ടും ബാക്കും ഒരു 90 എബോവ് ത്രെഡ് ഉണ്ട്. ഇഷ്ടംപോലെ ഓടാനുണ്ട് വണ്ടി. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 30% ഓടിയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് ഓടാൻ ഇനി ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടാനുള്ള ചെയിൻ സ്പ്രോക്കറ്റും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു നല്ലൊരു സ്ഥലം എത്തിയിട്ട് മൊത്തം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് മൊത്തം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആ ഒരു കാഴ്ചയ്ക്കുള്ളൊരു വണ്ടിയുടെ അവസ്ഥ. ഫ്രണ്ട് ടയറിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 90 എബോവ് ടയറുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഹെഡ്ലൈറ്റാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്റ്റോക്കാണ്, ഹാൻഡിൽ സ്റ്റോക്കാണ്, അതുപോലെ തന്നെ മിറർ സ്റ്റോക്കാണ്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. ടയറിൻ്റെ കണ്ടീഷൻ ഒരു 90 എബോവ് ടയർ ബാക്കുണ്ട്. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കിൻ്റെ കേസ് വരുമ്പോൾ ഒരു 30% ഏകദേശം ഓടിയിട്ടുള്ളൂ. ഇനി ഓടാനായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്ററിൽ ഏകദേശം ഒരു 46,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. സ്പ്ലെൻഡർ ഇത്രയും പഴയ മോഡൽ വണ്ടികളൊക്കെ നോക്കുമ്പോൾ കിലോമീറ്റേഴ്സ് നോക്കിയിട്ട് കാര്യമില്ല. ഇടയ്ക്ക് മീറ്റർ കേബിൾ ഇല്ലാതെ ഓടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് എൻജിൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്പ്ലെൻഡറൊന്നും കിലോമീറ്റർ നോക്കിയെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ സ്പ്ലെൻഡർ സെയിലിടുന്ന ടൈമിൽ ഒരുപാട് പേര് ബ്രോ കിലോമീറ്റർ എത്രയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യമാണ്, കിലോമീറ്റർ നോക്കണ്ട, വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങൾ നോക്കുക, വണ്ടി എടുക്കുക. അപ്പോൾ വണ്ടിയുടെ കാഴ്ചയ്ക്ക് എങ്ങനെയാണ്? ഈ ഒരു സൈഡ് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡ് ചെറിയ സ്റ്റിക്കർ ഫെയ്ഡ് ഉണ്ട്. കളർ ഫെയ്ഡ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പെയിൻറ്റിങ് മോശമില്ല. ആ ഒരു സ്റ്റിക്കറിൻ്റെ കേസുകൾ മാത്രം പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. 28,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക.